സിസ്റ്റത്തിൽ വൈറസ് കയറിയില്ല. വൈറസോ? അതെന്താ? നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ പല വൈറസുകളും കയറാറില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനും പല വൈറസുകൾ കയറും. അപ്പൊ ഈ വൈറസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാലോ? നിങ്ങൾക്കറിയോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണം എന്നുള്ളത്? അതിനാണ് നമുക്ക് പ്രോഗ്രാം കോഡുകൾ അല്ലെ. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കണം. അതാണ് ഈ പ്രോഗ്രാം കോഡ്സ്. നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുക ആയിക്കോട്ടെ, ഡോക്യുമെന്റ് ഉണ്ടാക്കുക ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഈ ഒരു പ്രോഗ്രാം കോഡ് വേണം. അപ്പൊ ഈ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഹാംഫുൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാം. നമ്മുടെ മനുഷ്യർക്ക് പല അസുഖങ്ങളും ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് പകരാറുണ്ട് അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ. വൈറസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ എന്താണ് ഈ കമ്പ്യൂട്ടർ വൈറസ് കയറിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ കമ്പ്യൂട്ടർ വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ അത് ഭയങ്കര സ്ലോ ഡൗൺ ആക്കി ചിലപ്പോൾ അത് മൊത്തത്തിൽ ഫ്രീസ് ആക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ചിലപ്പോൾ അടിച്ചു പോവുക വരെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഈ വൈറസ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് ഇത് പാസ്സാവുന്നത്. 1, 2, 3 ടൈപ്പ് വൈറസ് അല്ല നമുക്കുള്ളത്, ആയിരക്കണക്കിന് വൈറസുകളാണ്. ട്രോജൻ ഹോഴ്സ്, വേം, ഇതൊക്കെ പല പല വൈറസുകളുടെ എക്സാമ്പിളാണ്. എന്നാലും എന്റെ സിസ്റ്റത്തിൽ എങ്ങനെ വൈറസ് വന്നു? ഒന്നുകിൽ അറിയാത്ത ആരിൽ നിന്നെങ്കിലും ഉള്ള ഒരു മെയില് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, അതോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അതോ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ ചിലരുണ്ടാവും നമ്മുടെ പൈസ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം നമ്മുടെ സിസ്റ്റത്തിൽ ഈ വൈറസ്, ഇതുപോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള വൈറസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വൈറസ് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആന്റി വൈറസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ഒരു ചാപ്റ്റർ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും, അതേപോലെ ആ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, ഇന്റർനെറ്റ് മാത്രമല്ല ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ തിയറി ക്ലാസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിലെ കുട്ടികൾക്ക് ക്ലാസ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും എടുക്കുന്നത് അല്ലെ. ലേണിംഗ് വീഡിയോസ് കുട്ടി ടോപ്പിക്സ് ആയിട്ടായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs, പ്രീവിയസ് ഇയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് അവിടെ കിട്ടും. പുറത്ത് പോയിട്ട് അന്വേഷിക്കേണ്ട വേറെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വേറെ ബുക്സ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എക്സാമിനറുടെ ഗൈഡ് ഉണ്ട്, അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ PYQ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് വർക്ക് ഷീറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അതിൽ ആൻസേഴ്സും ഉണ്ടാവും, ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാച്ചിന്റെ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പിന്നെ മെയിൻ ഫീച്ചർ നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്. അടിപൊളി ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിലുള്ളത്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആവരുത്. വെറും 5,999 മാത്രമാണ് നമ്മുടെ 1 ഇയറിലേക്കുള്ള ഫീസ് വരുന്നത്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലെ മക്കളാവുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ ഈ ഇയർ വാങ്ങിക്കാം.